നെൽപ്പാടവും ചുറ്റപ്പെട്ട കുട്ടനാടിന്റെ വശ്യമനോഹാരിതയിൽ വെള്ളക്കെട്ടിൽ നിന്നും ഇരുനില വീട് ജാക്കുകൾ വെച്ചുയർത്തുന്ന അതിമനോഹര കാഴ്ച. പ്രളയം ഞങ്ങളെ ആകെ വിഷമിപ്പിച്ചിരുന്നു. അത് ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ചോളം രണ്ടാം നില വീട്ടിൽ ഞങ്ങളുടെ മൂന്ന് സ്റ്റെയറിൻ്റെ 3 സ്റ്റെപ്പ് മുങ്ങുന്ന അത്രയും ഞങ്ങളുടെ വെള്ളം വന്നിരുന്നു. 2019 അങ്ങനെ അത്രയും വന്നില്ലെങ്കിലും അതിനോടടുത്ത് തന്നെ വന്നിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് ഈ ജാക്കി വെച്ച് പൊക്കുന്ന ഒരു സിസ്റ്റത്തെ പറ്റി. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഫ്രണ്ടിലാണ് കായലും പുറയിൽ വയലുമാണ്. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഷിബുചേട്ടൻ എന്ന് പറയുന്ന ഒരു കോഴിക്കോട് ഒരാളാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ ഷിബുചേട്ടൻ ഞങ്ങളെ ഈ അഭ്യർത്ഥന പ്രകാരം ഇവിടെ വന്ന് കാണുകയും അത് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് വരികയും ചെയ്തു. എൻ്റെ പേര് ഷിബു, ഞാൻ കോഴിക്കോടാണ്. ഭൂമി ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ ഉടമസ്ഥരാണ്. ഞങ്ങൾ ഉള്ളത് ഇപ്പം കുട്ടനാട്ടിലാണ്. വേറൊരു രീതിയിലുള്ള ഒരു മെത്തേഡ് അവലംബിച്ചിട്ടാണ് ഇപ്പോൾ ഈ കുട്ടനാട്ടിലൊക്കെ ചെയ്യുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രീതിയാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും സൗത്ത് ഇന്ത്യയുടെ മിക്കവാറും ഭാഗങ്ങളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടനാടിന്റെയും കുമ്പളങ്ങിയുടെയും വശ്യമനോഹാരിതയിൽ വാഹനങ്ങൾ ജാക്കി വെച്ചുയർത്തുന്നതുപോലെ വെള്ളക്കെട്ടിൽ നിന്നും വീടുകൾ ജാക്കി വെച്ചുയർത്തുന്ന അതിമനോഹര കാഴ്ച. കൊച്ചി കായലിൻ്റെ തീരത്ത് കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ സൈറ്റ് ഉള്ളത്. ഈ സൈറ്റ് ഏകദേശം ഒരു 4 അടിയോളം ഉയർത്തിയാണ് നമ്മൾ. ഞാൻ ഈ കായലിനരികത്താണ് താമസിക്കുന്നത്. ഞങ്ങളിവിടെ വെള്ളം കയറുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ പ്രളയത്തോടുകൂടിയാണ് ഇത് രൂക്ഷമായത്. താഴ്ന്ന പ്രദേശങ്ങളിലും അശാസ്ത്രീയ നിർമ്മാണം കാരണം മഴ പെയ്താൽ വെള്ളം കയറുന്ന വീടുകൾ, ഷോപ്പുകൾ, മറ്റു കെട്ടിടങ്ങൾ. ഇനി എന്തിനു ഭയക്കണം? വെള്ളക്കെട്ടിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും കെട്ടിടങ്ങൾ നമുക്ക് ഉയർത്താം, യാതൊരുവിധ കേടുപാടുകളും കൂടാതെ. നിങ്ങൾക്കൊപ്പമുണ്ട് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭൂമി ഹൗസ് ലിഫ്റ്റിംഗ് കമ്പനി. ഇങ്ങനെ വെള്ളം കയറിയിട്ടും മറ്റുള്ള രീതിയിൽ വീട് താന്നു പോയിട്ടുള്ള ആൾക്കാർക്ക്, ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുണ്ട്.